നാളത്തെ തലമുറകൾ തളരുന്നതിന് യോഗമല്ല. ജ്യോതിഷം പറയുന്ന പോലെ ശനിയുടെയും രാഹുവിന്റെയും അപഹാരമല്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. രാഹുവും കേതുവും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. അതിനാണ് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക എന്നാൽ ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥയാണ് രാജസൂയ യാഗം. ഈ രാജസൂയ യാഗത്തില് പല പല സംഭവങ്ങൾ നമുക്ക് ഭാഗവതം കാണിച്ചു തരികയാണ്. ഒന്ന്, ആ കാലഘട്ടത്തിലെ, കൃഷ്ണന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ദുഷ്ട രാജാക്കന്മാരെ, അതായത് അധർമ്മത്തിന് പ്രാധാന്യം കൊടുത്ത, ധർമ്മത്തെ തീർത്തും വില കൽപ്പിക്കാത്ത ഒരാളായിരുന്നു ജരാസന്ധൻ. ഈ ജരാസന്ധന്റെ വധം, ശിശുപാല വധം, പല സംഭവബഹുലമായ കാര്യങ്ങൾ, പാണ്ഡവരുടെ രാജസൂയം, നിരവധി കാര്യങ്ങൾ നടക്കുന്നത് ഈ രാജസൂയ യാഗത്തിലാണ്. കഥ പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് അതൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കാം. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പാർട്ടീഷൻ കഴിഞ്ഞു. എന്തായാലും അവർ ഒന്നിച്ചു പോവില്ല. ഭീഷ്മ പിതാമഹന്റെ നേതൃത്വത്തില് പാണ്ഡവർക്ക് വേണ്ടി ഇന്ദ്രപ്രസ്ഥവും കൗരവന്മാർക്ക് വേണ്ടി കുരുക്ഷേത്ര ഹസ്തിനപുരവും രണ്ടും ഭാഗിച്ചു കൊടുത്തു. പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ മയൻ എന്ന് പറയുന്ന ശില്പിയെ കൊണ്ട് കൊട്ടാരം പണിയിപ്പിച്ചു. കൊട്ടാരത്തിന്റെ പണിയെല്ലാം പൂർത്തിയായി. കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന, കുടിയിരിക്കുന്ന, ഹൗസ് വാമിംഗ് എന്ന് നമ്മൾ പറയുന്ന ചടങ്ങിന്, വീട്ടുകൂടലിന്, അതിന്റെ രാജസൂയം എന്ന പേര്, അതിന് ഒരു മുഖ്യ അതിഥി വേണം. ആ ചടങ്ങിനെ പൂജിക്കാനായിട്ടൊരു ആള് വേണം. പാണ്ഡവര് കൂടിയാലോചന നടത്തിയപ്പോൾ എല്ലാവർക്കും ആഗ്രഹം കൃഷ്ണനെ തന്നെ പൂജിക്കണം. കാരണം പാണ്ഡവരെ സംബന്ധിച്ച് അവരുടെ എല്ലാം കൃഷ്ണനാണ്. സഹദേവൻ അവതരിപ്പിച്ചു കൃഷ്ണനെ പൂജിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഭീഷ്മ പിതാമഹനുണ്ട്, ദ്രോണാചാര്യനുണ്ട്, കൃപാചാര്യരുണ്ട്, അതേപോലെ തന്നെ വേദവ്യാസ മഹർഷിയുണ്ട്. ഇങ്ങനെ അനവധി തലമുതിർന്ന ആളുകളുണ്ടായിട്ടും അവരിലൊക്കെ ചെറുപ്പം കൊണ്ടും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കൃഷ്ണൻ പൊതു സമ്മതനായിട്ടുള്ള ഒരാള് എന്ന രീതിയിൽ കൃഷ്ണനെ എടുക്കുമ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്തായാലും നോക്കട്ടെ, രണ്ടും കൽപ്പിച്ച് പാണ്ഡവര് കൃഷ്ണനെ തന്നെ മുഖ്യ അതിഥിയായി സ്വീകരിച്ച് നാരദരെയാണ് കൃഷ്ണനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. നാരദര് ദ്വാരകയിലെത്തി കൃഷ്ണന്റെ മുന്നിൽ, അങ്ങാണ് രാജസൂയ യാഗത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുന്ന, പ്രധാന പൂജ സ്വീകരിക്കുന്ന ആള്, അങ്ങ് അതിനങ്ങോട്ട് എത്തണം എന്ന് പറഞ്ഞപ്പോ, ഇത് പറഞ്ഞ് നാക്കെടുക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ദൂതൻ വരികയാണ്. പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, കൃഷ്ണ, അങ്ങയ്ക്കറിയാലോ, ജരാസന്ധനെ കുറിച്ച് അങ്ങയ്ക്ക് അറിയുന്നതല്ലേ? 100 കണക്കിന് രാജാക്കന്മാരെ, നാട്ടുരാജാക്കന്മാരെ, കൊച്ചു രാജാക്കന്മാരെ പിടിച്ചു കൊണ്ടുപോയി കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുകയാണ് ജരാസന്ധൻ. അതും അതിന്റെ വർണ്ണന കേട്ടാൽ നമുക്ക് അത്രയും വിഷമം തോന്നും. ഇവരെ ഒരു മുറിയിൽ അടച്ചിട്ട് കുളിക്കാനുള്ള സൗകര്യമില്ല. ടോയ്ലറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ. ഒരു 100 ആൾക്കാർ ഒരു സ്ഥലത്ത് ടോയ്ലറ്റ് ചെയ്താൽ അവസ്ഥ എന്താണ്? അവിടെ തന്നെ ഭക്ഷണവും കൊടുക്കുക. ആ മനുഷ്യന്മാരുടെ ദുരിതാലോചിച്ച് നോക്കും. ഇങ്ങനെ പല്ലും തേക്കാൻ പറ്റില്ല, കുളിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? ഒരു കാലത്ത് സുഖിച്ച് ജീവിച്ചവരാണ് നരകയാതനയിൽ കിടക്കുന്നത്. ദുർഗന്ധം കൊണ്ട് അടുക്കാൻ പറ്റാത്തവർ.
ഇത്രയും നരകം. കൃഷ്ണ, അവരെ ഒന്ന് അതിൽ നിന്ന് മോചിപ്പിക്കണം. അടുത്ത അമാവാസി ദിവസം ഇവരെ കാളിക്ക് ബലി കൊടുക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ തൻ്റെ ജീവിതത്തിലെ എന്തോ ഒരു ദുരിതം തീരാൻ ആരോ പറഞ്ഞത്രേ 101 മനുഷ്യരെ കുരുതി കൊടുത്താൽ തീരുന്നു. ഈ കുരുതി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ജരാസന്ധൻ. അവിടുന്ന് വേണം മോചിപ്പിക്കാന്നൊക്കെ അവർ പൊട്ടിക്കരഞ്ഞു. ഭഗവാൻ അവിടെ കൂടിയിരിക്കുന്ന യാദവ പ്രമാണിമാരോട് ചോദിച്ചു, ഹേയ് പ്രമാണിമാരെ, പ്രധാനികളെ, ഇവിടെ നാരദ മഹർഷി എന്നെ രാജസൂയത്തിന് ക്ഷണിക്കുന്നു. വേറൊരു വശത്ത് തന്നെ ജരാസന്ധന്റെ കസ്റ്റഡിയിലിരിക്കുന്ന പാവം കൊച്ചു രാജാക്കന്മാരെ ജീവൻ രക്ഷിക്കാൻ വിളിക്കുന്നു. ഇതിനേതിനാണ് ഞാൻ പോകേണ്ടത്? നിങ്ങളാണെങ്കിൽ എന്താ പറയുക? രാജസൂയത്തിന് പോണോ, ജീവൻ രക്ഷിക്കാൻ പോണോ? ഏതിനാ പോവാ? ഏതിനാ പറഞ്ഞേക്കുക? ഉറക്കെ പറയുന്നു. ജീവൻ രക്ഷിക്കാനല്ലേ? ആണോ? എല്ലാവരും ഒറ്റ ശബ്ദത്തോടുകൂടി പറഞ്ഞു അവിടുന്ന് ജീവൻ രക്ഷിക്കാം. ഭഗവാൻ കൃഷ്ണൻ ഉദ്ധവരോട് ചോദിച്ചു, ഉദ്ധവരെ, ഞാൻ എന്തിനാ പോവേണ്ടത്? കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, രാജസൂയത്തിന് പോണമെന്ന്. എല്ലാവർക്കും അതൊരു ഷോക്കായിരുന്നു. അത് ഇത്രയും രാജാക്കന്മാര് ദുരിതം അനുഭവിക്കുമ്പോൾ ഭഗവാൻ രാജസൂയത്തിന് പോവേ. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവര് പറഞ്ഞതാണ് ശരി, രാജസൂയത്തിന് പോവാ. അതാണ് കൃഷ്ണനും ഉദ്ധവരും തമ്മിലുള്ള ട്യൂണിങ്. അത്ര ഒരു ട്യൂണ്ടായിരുന്നു രണ്ടുപേരും. ഭഗവാൻ രാജസൂയത്തിന് പുറപ്പെടുകയാണ്. എന്തിനാണ് ഭഗവാൻ രാജസൂയത്തിന് പോയത്? കാരണം രാജസൂയത്തിന്റെ ചടങ്ങിന്റെ ഭാഗമായ ദിഗ്വിജയം എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തിക്ക് കപ്പം കൊടുക്കണം. നാട്ടുരാജാക്കന്മാർ, കൊച്ചു രാജാക്കന്മാർ, അതിനവര് ഈ കപ്പം കൊടുക്കാൻ തയ്യാറാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കുതിരകളെ അഴിച്ചുവിടും. ഓരോ ദിക്കിലേക്ക് കുതിരയുടെ കൂടെ ആളും. കുതിരയെ പിടിച്ചു കെട്ടിയാൽ അവനെ തോൽപ്പിച്ചിരിക്കണം. കുതിരയെ കെട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഞാൻ ആ രാജാവിൻ്റെ ചക്രവർത്തിയുടെ എന്താണ് ശിഷ്യത്വം സ്വീകരിക്കുന്ന, ശിഷ്യത്വം എന്നല്ല, ആ ചക്രവർത്തിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്, കപ്പം കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ പാണ്ഡവരോട് ചിലപ്പോൾ കളിച്ചാൽ, യുദ്ധത്തിന് പോയാൽ തോറ്റുപോവും എന്നൊക്കെ അറിയുന്ന രാജാക്കന്മാര് കുതിരയെ പിടിച്ചിടാൻ പോവില്ല. ജരാസന്ധൻ കുതിരയെ പിടിച്ചു കെട്ടുമെന്ന് കൃഷ്ണന് നല്ല ബോധ്യമായിരുന്നു. കുതിരയെ അഴിച്ചുവിട്ടു, ജരാസന്ധൻ പിടിച്ചു കെട്ടി. രാജസൂയം പൂർത്തിയാവണമെങ്കിൽ ആരാണോ കുതിരയെ പിടിച്ച്, കുതിര തിരിച്ചു വരുന്നത് വരെ രാജസൂയം ചെയ്യാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ രാജസൂയം എന്ന ചടങ്ങ് നടക്കണമെങ്കിൽ ആ കുതിരയെ പിടിച്ചു കെട്ടിയവനെ എന്ത് ചെയ്യണം? അതിനാണ് ഉദ്ധവര് പറഞ്ഞത് നമുക്ക് രാജസൂയത്തിനാണ് പോകേണ്ടത്. ഇത് അറിയാനുള്ള സൂക്ഷ്മ ബുദ്ധിയുള്ള ആളായിരുന്നു ആര്? ഉദ്ധവര്. അതാണ് കൃഷ്ണനോട് രാജസൂയത്തിന് പോകുന്നത്. ജരാസന്ധൻ പിടിച്ചു കെട്ടി. ഭഗവാൻ പറഞ്ഞു, ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിക്കൽ അത്ര എളുപ്പമല്ല. ഭീമസേനോട് പറഞ്ഞു, ഭീമസേന ജ്യേഷ്ഠനാണ്, പോവാം, നമുക്ക് അങ്ങോട്ട് പോവാം. ഭീമസേനൻ അതൊരു ഭയങ്കര ഒരു ഗർവായിരുന്നു. കാരണം കൃഷ്ണൻ പോലും ജരാസന്ധനാൽ തോറ്റോടിയ ആളാണ്. എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനത്തിൽ പറയില്ലേ, ഗർവിച്ചു നിന്നൊരു ജരാസന്ധനോട് നീ തോറ്റോടിയില്ലേ കൃഷ്ണ, അല്ലേ? എന്തിനാ നീ ഇങ്ങനെ ഓടിയത് എന്ന് ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ ചോദിക്കുന്ന രംഗമുണ്ട്.
ഗർവിച്ചു നിന്നൊരു ജരാസന്ധനോട് പോരാ നിനക്കു ബലം. ഓർമ്മയുണ്ടോ വരികള്? പോരാ നിനക്ക് ഫലം, അതുകൊണ്ട് നീ തോറ്റോടിയില്ലേ കൃഷ്ണ എന്ന് പറയുന്ന പോലെ ഇവിടെ ജരാസന്ധനെ തോൽപ്പിക്കാൻ കൃഷ്ണന് പറ്റില്ല. കാരണം കൃഷ്ണൻ തോറ്റോടിയ ആളാണ്. അങ്ങനെയാണ് ദ്വാരകയിലെത്തിയത്. എനിക്കാണ് ജരാസന്ധനെ കൊല്ലാനുള്ളൊരു നിയോഗം എന്നുള്ളൊരു അഹങ്കാരം ആർക്ക്? ഭീമസേനന്. ഉടനെ ഭഗവാൻ പറഞ്ഞു, അർജുന നീയും പോരൂട്ടോ. അർജുനനെയും കൂട്ടി പോകുന്ന വഴിക്ക് ഇവരെ വേഷമൊക്കെ മാറി ബ്രാഹ്മണ വേഷത്തെ കിട്ടി. കാരണം ജരാസന്ധന്റെ അടുത്തേക്ക് ക്ഷത്രിയരായി ചെന്നാൽ പണി കിട്ടും, അടുപ്പിക്കില്ല. ഇപ്പൊ ബ്രാഹ്മണ വേഷം കെട്ടിയിട്ടാണ് കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുന്നത്. ജരാസന്ധൻ ബ്രാഹ്മണരാണെന്ന് കരുതി സ്വീകരിച്ചിരുത്തി. കൈ കാലൊക്കെ കഴുകി ഊണിന് ഇലയിട്ടപ്പോഴാ പറഞ്ഞത്, ആർക്ക് വേണം ഊണ്? അപ്പൊ നിങ്ങൾക്ക് ഊണ് വേണ്ടേ? ആരാ നിങ്ങളോട് ഊണ് ചോദിച്ചത്? അല്ല, ബ്രാഹ്മണരായതുകൊണ്ട് ചോദിച്ചതാണ് ഊണ്, ഭക്ഷണം. ഊണ് വേണ്ടേ? ഊണ് വേണ്ടാന്ന്. പിന്നെന്താ വേണ്ടത് നിങ്ങൾക്ക്? യുദ്ധം ദേഹിനോ രാജേന്ദ്രാന്നോ. ഇങ്ങനെയുണ്ട് ബ്രാഹ്മണര്. എന്താ വേണ്ടത്? അപ്പൊ ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണരാണോ? കാരണം ബ്രാഹ്മണർക്ക് 3 കാര്യം വേണ്ടു. ഊണ് കൊടുക്കണം, ഒരു മുണ്ട് കൊടുക്കണം, പറ്റിയ 1.25 രൂപയും. അതാണ് അന്നത്തെ കാലത്തെ ദക്ഷിണ. അപ്പൊ ഈ രീതിയിൽ 6.25 രൂപ കൊടുത്താൽ പശുദാനായി എന്നാണ് പണ്ട്, അല്ലേ? ഇന്നിപ്പോ 6.25 കൊടുത്തു കഴിഞ്ഞാൽ പശുവിന്റെ നഖം പോലും കിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കാലം പോയൊരു പോക്കേ. അപ്പോ ഇവിടെ യുദ്ധം ആരാണ് നിങ്ങൾ എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ ഭീമസേനന്റെ കൈ കാണിച്ചു കൊടുത്തു. ഇത് കണ്ടിട്ട് ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റുമോ എനിക്ക്? ഇതാണ് സാക്ഷാൽ ഭൃഗോദരൻ, ഇതാണ് സാക്ഷാൽ ഭീമസേനൻ. ഇത് കേട്ടപ്പോ പൊട്ടിച്ചിരിച്ചു. ഭീരുക്കൾ വേഷം മാറി വന്നിരിക്കുകയാണല്ലേ, ഹൈ നാണക്കേട് എന്നൊക്കെ പറഞ്ഞ കളിയേക്ക്. രണ്ടാമത്തെ ആളെ ഇതാരാണ്? ഭഗവാൻ കൈ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൈ കണ്ടില്ലേ തഴമ്പ്? ഇതാണ് ആര്? അർജുനൻ. ഇവനൊക്കെ കുട്ടിക്കളി. എൻ്റെ അടുത്തൊന്നും ഇവൻ യുദ്ധത്തിന് വരുന്ന എനിക്ക് മാനക്കേടാണ്. അർജുനെ തട്ടി മാറ്റി. അല്ല, അതൊക്കെ ഇരിക്കുന്നു, നമ്മൾ ആരാണെന്ന് പറഞ്ഞു. നമ്മൾ 16 പ്രാവശ്യം നേരെ മുഖാമുഖം കണ്ടതാണ്. കൃഷ്ണനാണോ? അതെ. പൊട്ടിച്ചിരിച്ചു. ഭീരു, നീ എൻ്റെ അടുത്ത് ഓടിപ്പോയതല്ലേ, നിന്റെ യുദ്ധത്തിന് വന്നിരിക്കണോന്ന്. ഞാൻ നിങ്ങളോടൊന്നും യുദ്ധം ചെയ്യില്ല, എനിക്കൊരു നിലവാരമുണ്ടെന്ന്. ആർക്ക്? ഭീമസേനോട് നീയൊക്കെ പയ്യനാണ് എൻ്റെ മുന്നില്, എന്നാലും ഒന്ന് നോക്കാം. മരിക്കാനാണ് യോഗം എന്നുണ്ടെങ്കിൽ തടുക്കാൻ പറ്റില്ലല്ലോ. വിധി അതാണെങ്കിൽ ഗത എടുത്തിട്ട് വരാൻ പറഞ്ഞു. ജരാസന്ധന്റെ ഗതാശേഖരത്തിൽ ഈ കുട്ടികളുടെ ക്രിക്കറ്റ് ബാറ്റ് പോലെയാണ് നിരത്തി വെച്ചിരിക്കുകയാണ്. അതിന്നൊരു ഗത കൊണ്ടുവന്ന് പിന്നെ അങ്ങോട്ട് യുദ്ധം തുടങ്ങുകയാണ്. ഗത കൊണ്ടുള്ള യുദ്ധം. അന്ന് വൈകുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. ഭഗവാൻ അന്ന് രാത്രി കടക്കുമ്പോൾ യുദ്ധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, യുദ്ധത്തിൽ ഒരാള് തോൽക്കുന്നത് വരെ രാവിലത്തെ കട്ടൻ കാപ്പി ജരാസന്ധൻ കൊടുക്കണം. 8 മണിക്കുള്ള ഇഡ്ലിയും സാമ്പാറുണ്ടോ അറിയില്ല, ചട്നിയും ജരാസന്ധൻ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ചോറും അവിയലും തോരനും അരി കൊടുക്കണം. ഇവര് നോർത്ത് ഇന്ത്യക്കാരായതുകൊണ്ട് അതുണ്ടോ അറിയില്ല, അതോ ചപ്പാത്തിയും കറിയാണോ അറിയില്ല. രാത്രിത്തെ വൈകുന്നേരത്തെ ചായയും ബിസ്ക്കറ്റും അരി കൊടുക്കണം ജരാസന്ധൻ. രാത്രിത്തെ ചപ്പാത്തിയും ഇഷ്ടവും അരി കൊടുക്കണം, ജരാസന്ധൻ കൊടുക്കണം. അടിയും കൊള്ളണം, അടിയും കൊടുക്കണം, ഭക്ഷണവും കൊടുക്കണം. ഇതായിരുന്നു. കിടക്കാനുള്ള സ്ഥലവും കൊടുക്കണം. അങ്ങനെ ജരാസന്ധൻ അന്ന് വൈകുന്നേരം കൃഷ്ണൻ ചോദിച്ചു ഭീമസേനോട്, ജേഷ എങ്ങനെയുണ്ട്? നാളെ നമുക്ക് തീർത്തു പോകാൻ പറ്റുന്നു. നാളെ ഇതിന്റെ കാര്യം ഒരു തീരുമാനാക്കും. പിറ്റേ ദിവസം യുദ്ധം. അന്ന് രാത്രിയിൽ ഒന്നും സംഭവിച്ചില്ല.
ഓരോ ദിവസവും ഭഗവാൻ ചോദിക്കുക എങ്ങനെയുണ്ട്, നാളെ പോവാൻ കൃഷ്ണ. 27 ദിവസം ആ യുദ്ധം നീണ്ടുന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 27ാമത്തെ ദിവസം രാത്രി ഭീമസേനോട് എങ്ങനെയുണ്ട് എന്ന്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം തീരുന്നുള്ളത്, നാളെ തീരുന്നു. പക്ഷെ ജരാസന്ധനല്ല, ഞാൻ തീരുന്നു. എൻ്റെ എല്ലൊക്കെ നുറുങ്ങി കൃഷ്ണ, മസിലൊക്കെ ഉടഞ്ഞു പോയി. എനിക്ക് നാളെ ഉറപ്പാണ് മരണം സംഭവിക്കുന്നത്. ഞാൻ മരിച്ചാൽ നിങ്ങൾ പോണം എന്നൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഭഗവാൻ ചോദിച്ചു, ജ്യേഷ്ഠൻ കരയും. ഭീമസേനൻ കരയുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അത്ര കരുത്തനായിരുന്നു ഭീമസേൻ. ചോദിച്ചു, എന്താ അങ്ങ് കരയണത് എന്ന്. എനിക്ക് അവനോട് ഏറ്റുമുട്ടാൻ പറ്റില്ല കൃഷ്ണ. അങ്ങനെ ആ ഭീമസേനൻ കംപ്ലീറ്റ് തന്റെ അഹങ്കാരം താഴെ ഇറക്കിയപ്പോ ഭഗവാൻ ഒന്ന് തലോടി എന്നാണ്. വേദനയെല്ലാം നിശേഷം മാറി. എന്നിട്ട് പറഞ്ഞു, ഈ ജരാസന്ധനെ കൊല്ലാൻ ഗതയല്ല വേണ്ടത്, ലേശം ബുദ്ധി വേണ്ടു. അത് അങ്ങേക്ക് ഇത്തിരി കുറവുണ്ട്. ആർക്ക്? ഭീമസേന്. കാരണം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ബുദ്ധി മുഴുവൻ വയറിൻ്റെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് ലേശം ബുദ്ധി വേണം. എന്ന് പറഞ്ഞാൽ ഇവന്റെ ജീവിതത്തിന്റെ പിന്നിൽ, ജന്മത്തിന്റെ പിന്നിൽ, ജനനത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഇവന്റെ അച്ഛന് മക്കളുണ്ടായിരുന്നില്ല. അപ്പൊ ഇവന്റെ കൊട്ടാരത്തിൽ അച്ഛൻ ഉള്ള സമയത്ത് സന്യാസി വന്നിട്ടു. സന്യാസിയുടെ മുന്നിൽ അച്ഛന് 2 ഭാര്യമാരാണ്. ജരാസന്ധന്റെ അച്ഛന് 2 ഭാര്യമാരാണ്. ആ 2 ഭാര്യമാര് സന്യാസിയെ നമസ്കരിച്ചപ്പോ അച്ഛൻ പറഞ്ഞു, എന്റെ ഭക്തിമാർക്ക് ഒരു പുത്രഭാഗ്യം തരാൻ അനുഗ്രഹം ഉണ്ടാവണം. സ്വാമി എന്തോ, സന്യാസി ഋഷി എന്തോ പഴം ജപിച്ചു കൊടുത്തു. ഈ സ്ത്രീകൾ എന്ന് വെച്ചാൽ പണ്ട് രാമായണം വായിച്ചതിന്റെ ആവേശത്തില് പണ്ട് കൗസല്യാദേവിക്ക് പായസം കിട്ടിയപ്പോൾ അത് പകുത്തതുപോലെ ഈ പഴം 2ആയി പകുത്തു. ഒരു കുഞ്ഞ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ജരാസന്ധന്റെ അച്ഛൻ ചോദിച്ചത്. അതുകൊണ്ട് ഒരു പഴയെ കൊടുത്തുള്ളൂ. ആ പഴത്തിനെയാണ് പകുതിയിട്ട് 2 പേരും കഴിച്ചു. സ്വാർത്ഥത ഒട്ടും പാടില്ല എന്ന് ആരോ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ഗർഭം ധരിച്ച് ബന്ധായി. ഒരു കുഞ്ഞിക്കാല്, ഒരു കുഞ്ഞിക്കൈ, പകുതി ഭാഗം ഒരാള് പ്രസവിച്ചു, പകുതി ഭാഗം മറ്റേ ആള്. നന്നായില്ലേ? ഈ മാംസപിണ്ഡത്തിന് എന്ത് ചെയ്യാനാണ്? അടുത്തുള്ള ഒരു കാട്ടിൽ ആരും കാണാതെ കൊണ്ട് കളഞ്ഞു. കാരണം ഈ മാംസപിണ്ഡം കിട്ടിയിട്ട് എന്ത് കാര്യമാണ്? അപ്പോഴാണ് അവിടെ അലഞ്ഞിരി നടക്കുന്ന ഒരു ജര എന്ന് പറയുന്ന കാട്ടിൽ താമസിക്കുന്ന സ്ത്രീ ഈ പടയുന്ന മാംസപിണ്ഡം കണ്ട് ഇവൾക്കൊരു കൗതുകം തോന്നി, ഒട്ടിച്ചു വെച്ചു എന്നാണ്. ഒരുപക്ഷെ അവളായിരിക്കും സർജൻ അന്നത്തെ കാലത്ത്. വല്ല മരുന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ ചേർത്ത് വെച്ച 2 ഭാഗവും തലയുടെ ഭാഗം ചേർത്തു. ഉടലൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. കുട്ടി കരഞ്ഞു. അപ്പോഴേക്കും ഇവളുടെ മാതൃഭാവം ഉണർന്നു. ഇവളെന്ത് ചോദിച്ചാൽ നേരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് രാജാവിന് കുട്ടിയെ കാഴ്ചവെച്ചു. ആ പത്നിമാര് നോക്കുമ്പോ ഇപ്പൊ എറിഞ്ഞുപോയ മാംസ കഷ്ണാണല്ലോ കുട്ടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു. അങ്ങനെ ജരയാൽ സന്ധി ചെയ്ത കുട്ടിയായതുകൊണ്ട് പേരും അങ്ങോട്ട് കൊടുത്തു. എന്ത്? ജരാസന്ധൻ. അതുകൊണ്ട് ഇവനെ കൊല്ലാൻ ഒട്ടിച്ച ഭാഗം, അന്ന് ഒട്ടിക്കാൻ ഉപയോഗിച്ച ഫെവിക്കോൾ അത്ര സ്ട്രോങ് ആയിരുന്നില്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടിച്ച ഭാഗം എന്ത് ചെയ്യണം? കീറിയെടുത്താൽ അവന്റെ പണി തീർന്നു. അപ്പൊ ഭീമസേനൻ ചോദിച്ചു, ശരിയല്ലല്ലേ കൃഷ്ണ, അവൻ നാളെ എന്നെ കീറില്ലല്ലോ എന്ന്. ഹേയ്, അങ്ങനെ ഒരിക്കലും പേടിക്കണ്ട, അതാണ് അവനെ കൊല്ലാനുള്ള വഴി. എന്നാ കൃഷ്ണ 1ാമത്തെ ദിവസം കൊണ്ട് പറയായിരുന്നില്ലേ എന്ന്. പക്ഷെ അങ്ങയുടെ ഉള്ളിൽ അഹങ്കാരം കീറാൻ പറ്റില്ല. ഈ അഹങ്കാരം പോണെങ്കിൽ ചിലപ്പോൾ 2 കൊണ്ടിട്ട് തന്നെ പോണം. മനസ്സിലായില്ലേ? അങ്ങനെ അഹങ്കാരം പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആ ജരാസന്ധന്റെ
തട്ടി തറിപ്പിച്ച് വീഴ്ത്തി ഒരു കാല് ചവിട്ടി മറ്റേ കാല് ഈ മുളയൊക്കെ കീറിയെടുക്കില്ലേ, ഒരൊറ്റ കീറലാണ്. ദേ കിടക്കുന്ന ജരാസന്ധൻ 2. അങ്ങനെയാണ് ജരാസന്ധനെ ഭീമസേനൻ വധിക്കുന്നത്. ജരാസന്ധനെ വധിച്ച് ആ ജയിലിൽ കിടക്കുന്ന രാജാക്കന്മാരെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയും നല്ല സുഗന്ധം, ദുർഗന്ധത്തിന്റെ ഹൊറിബിൾ. അവരെയൊക്കെ കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. നല്ല വസ്ത്രമൊക്കെ കൊടുത്തു. അവര് വന്ന് കൃഷ്ണന്റെ മുന്നിൽ സ്തുതിക്കുന്ന സ്തുതിയാണ് ഭാഗവതത്തിലെ സുപ്രസിദ്ധമായ പ്രധാനപ്പെട്ട ഭഗവാന്റെ സ്തുതി അല്ലെങ്കിൽ ആ നാമം. അതാണ് കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാവരും ചൊല്ലു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ അവർ സ്തുതിക്കുന്നു ആ ജരാസന്ധനെ വധിക്കുന്ന കഥ. പിന്നെ രാജസൂയത്തിന് പോകുന്നതാണ്. ഈ കഥയും ഒരു ആധ്യാത്മിക കഥയാണ്. ഇപ്പൊ ജരാസന്ധൻ എന്നാൽ ജരയുമായി സന്ധി ചെയ്യപ്പെട്ട മനസ്സാണ് ജരാസന്ധൻ. മറക്കരുത്, നമ്മളൊക്കെ തന്നെയാണ് ജരാസന്ധന്മാർ. ജരാമരണമുള്ള ശരീരവുമായി മനസ്സെന്ന ജീവാത്മാവ് സന്ധിയിൽപ്പെട്ടിരിക്കുകയാണ്, പൊട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഈ മനസ്സ് ശരീരത്തിൽ ഞാനെന്ന ഭാവത്തിൽ, ഇതാണ് ഞാനെന്ന ഭാവത്തിൽ, ഞാൻ ഈ ശരീരമാണെന്നുള്ള ഭാവത്തിൽ, ഞാൻ ഈ ശരീരത്തിന്റെ ഭാഗമാണെന്ന ഭാവത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ്, ഒട്ടിയിരിക്കുകയാണ്. ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന, ചേർന്നിരിക്കുന്ന മനസ്സ്, അതിനെയാണെന്ന് വിളിക്കുക ജരാസന്ധൻ. ജരയാൽ സന്ധി ചെയ്യപ്പെട്ട, ജരാമരണമുള്ള ശരീരത്തിൽ സന്ധി ചെയ്യപ്പെട്ട മനസ്സിനെയാണ് പറയൂ. അപ്പൊ ആരാ ജരാസന്ധൻ? ആരാ ജരാസന്ധൻ? നമ്മളൊക്കെ തന്നെയാണ്. ഈ ജരാസന്ധനെ ആ ശരീരത്തിന്റെ ചിന്തയിൽ നിന്നും വാസനകളിൽ നിന്നും മുക്തമാക്കണം. അതിന് പ്രയത്നം വേണം. ഈ പ്രയത്നമാണ് ഭീമസേനൻ എന്നത്. ആ പ്രയത്നമുണ്ടാവണമെങ്കിൽ ജ്ഞാനമുണ്ടാവണം. ജ്ഞാനമുണ്ടാവണമെങ്കിൽ അതിന് ജ്ഞാനം, അറിവ് വേണം. അറിവുണ്ടാവണമെങ്കിൽ, അറിവുറയ്ക്കണമെങ്കിൽ നമുക്ക് ഗുരു വേണം. ഇപ്പൊ കൃഷ്ണൻ എന്ന ഗുരുവും ആ കൃഷ്ണന്റെ നിർദ്ദേശമാകുന്ന സാധനയും ഭക്തിയും ചേർന്ന് പ്രയത്നം ചെയ്താൽ ഈ മനസ്സിനെ ജരാമരണമുള്ള ശരീരത്തിൽ നിന്നും മാറ്റി പരമാത്മബോധത്തിലേക്ക്, ഭാവത്തിലേക്ക് നമുക്ക് പടിപടിയായി ഉയർത്താം എന്ന് പഠിപ്പിക്കുന്ന കഥയാണ് ജരാസന്ധന്റെ വധം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജരാസന്ധ വധം എവിടെയാ നടക്കേണ്ടത്? ഇത് കേവലം ഒരു കഥയല്ല, ഇത് നടക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലുമാണ്. ഇങ്ങനെ ഓരോ കഥകൾ നോക്കിയാലും വലിയ തത്വത്തിന്റെ കഥയാണ് ഭാഗവതത്തിൽ. ഇത് കഴിഞ്ഞ് രാജസൂയത്തിൽ എത്തിച്ചേരുന്നു. രാജസൂയ ചടങ്ങിലാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത്. രാജസൂയ ചടങ്ങിലാണ് ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ശിശുപാലൻ കടന്നു വന്ന് കൃഷ്ണനെ അവഹേളിക്കുന്നത്. കൃഷ്ണന്റെ ജീവിതത്തിൽ കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ച ആള് ആരാണ്? ശിശുപാലനാണ്. 100-ലധികം ചീത്ത വാക്ക് കൃഷ്ണനെ വിളിച്ച ആൾ.
അഷ്ടോത്തരം എന്നൊക്കെ കേട്ടില്ലേ? അഷ്ടോത്തരത്തിൽ ചീത്ത വിളിച്ച ആളാണ് ആര്? ശിശുപാലൻ. ശിശുപാലനാണെങ്കിൽ കൃഷ്ണനോട് നല്ല ദേഷ്യമുണ്ട്. കാരണം തനിക്ക് കെട്ടാൻ നിശ്ചയിച്ച പെണ്ണിനെയും കൊണ്ടാണ് ആരോടിയത്? കൃഷ്ണൻ ഓടിയത്. ഇപ്പോഴും വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ വീശലിലൊന്നും രുക്മിണീ ദേവി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ ദേഷ്യമൊക്കെ കൂടി അങ്ങോട്ട് വെച്ചങ്ങോട്ട് കൊടുത്തു കൃഷ്ണന്. എന്ത് യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. ഇവിടെ എന്താ? ഭീഷ്മര് ജീവിച്ചിരിപ്പില്ലേ, വ്യാസര് ജീവിച്ചിരിപ്പില്ലേ? ഞങ്ങളുടെ ഒന്നിന്റെ പറഞ്ഞ് ഇത് കേട്ടിട്ട് പാണ്ഡവന്മാരൊക്കെ കൈയൊക്കെ അങ്ങനെ ധരിച്ചു. എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നാണക്കേട. കാരണം ഒരു നല്ല ചടങ്ങിനെ കേടുവരുത്തുകയാണ് ശിശുപാലൻ. നാരദര് പറഞ്ഞു, ആരും ഒന്നും മിണ്ടണ്ട, കൃഷ്ണൻ തന്നെ ചെയ്തോളുന്നു. കൃഷ്ണനാണെങ്കിലോ അത് വരാനുള്ള മുഴുവൻ വരട്ടെ, നന്നായി വരട്ടെ. സഹസ്രനാമം കേൾക്കുന്ന രീതിയിലാണ് ചീത്ത വാക്കുകൾ കൃഷ്ണൻ കേട്ടത്. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തന്റെ സുദർശന ചക്രം കൊണ്ട് ആ ശിശുപാലനെ അവിടുന്ന് വധിച്ചു. ശിശുപാല വധം കഴിഞ്ഞതും അവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി, ഭയങ്കരമായിട്ട്. അങ്ങനെ ശിശുപാലനെ വധിച്ചതിന് ശേഷം രാജസൂയ ചടങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ അഭിഷേകാദികളൊക്കെ കഴിഞ്ഞ് ചക്രവർത്തിയെ അവരോധിച്ചതിന് ശേഷം പാണ്ഡവരുടെ ഗൃഹം അല്ലെങ്കിൽ കൊട്ടാരം കാണാൻ വേണ്ടി കൗരവന്മാര് പുറപ്പെടുന്ന രംഗം, പ്രധാന സഭയിലേക്ക്, ദർബാർ ഹാളിലേക്ക് കയറുന്ന ആ സമയത്താണ് താഴെ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുക. ഇവരെന്താ ഈ വെള്ളം നിറച്ചിരിക്കുന്നത്? മുഴുവൻ വെള്ളമാണെന്ന ധാരണയിൽ പിന്നെ ആലോചിച്ചില്ല. കാലൊക്കെ ഒന്ന് നനയാതിരിക്കാൻ തുണിയൊക്കെ ഒന്ന് പൊക്കി കാലൊന്ന് പതുക്കെ വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു തുള്ളി വെള്ളവും അവിടെ ഉണ്ടായിരുന്നില്ല. അതൊരു തരം കല്ലായിരുന്നു, ഇന്ദ്രനീല കല്ല്. അത് കഴിഞ്ഞ് ദർബാർ ഹാളിന്റെ അടുത്ത ഹാളിലേക്ക്, പ്രധാന സഭയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ അകത്തും നിറയെ വെള്ളമാണ്. ഈ വെള്ളവും ചവിട്ടാതിരിക്കാൻ ആദ്യമൊക്കെ ഒന്ന് മുണ്ട് ഉയർത്തുമ്പോഴാണ് അപ്പുറത്ത് വെള്ളമില്ലല്ലോ, അത് വെറൊരു തോന്നലല്ലേ. അപ്പൊ ഇതും ഒരു തോന്നലാണെന്ന രീതിയിൽ കാല് വെച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ വെള്ളത്തിലേക്ക്, അതാണെങ്കിൽ 2-3 പായസവും കഴിച്ചിട്ട് വെള്ളത്തിലേക്ക് വീണാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതും അന്നത്തെ കാലത്താണെങ്കിൽ കഴിക്കുന്നതൊക്കെ നല്ല ഹെവി ഇരിക്കും, നല്ല അടിച്ചു വിട്ടിട്ടുണ്ട് ഭക്ഷണമൊക്കെ. വലിയൊരു വയറുമായിട്ട് വെള്ളത്തിൻ്റെ അകത്ത് വീണാൽ പൊങ്ങാനും പറ്റുന്നില്ല. ഇത് കണ്ട് പാണ്ഡവര് പൊട്ടി ചിരിക്കുന്നു, പാഞ്ചാലിയും ചിരിക്കുന്നു. ഈ ചിരി അങ്ങോട്ട് സഹിച്ചില്ല ദുര്യോധന്. തന്നെ ഇത്ര അവഹേളിച്ചതിന്, അതും പാഞ്ചാലിയുടെ ചിരി ഉള്ളിക്കൊണ്ടു. അവിടെ വെച്ചാണ് തൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് പറയുന്നത്, ഇതിനുള്ള പ്രതികാരം തക്ക സമയത്ത് തക്ക സ്ഥലത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട് പാഞ്ചാലി. അത് കൃഷ്ണൻ മനസ്സുകൊണ്ട് വായിച്ചെടുത്തു ഈ ശാപങ്ങളൊക്കെ. കൃഷ്ണൻ പാണ്ഡവരെ നോക്കിക്കൊണ്ട് ചിരിച്ചു. അതോടുകൂടി രാജസൂയ ചടങ്ങ് അവിടെ കൊണ്ട് തീർന്ന് കൃഷ്ണൻ പോരുകയാണ്. മഹാഭാരതം എന്ന യുദ്ധത്തിന്റെ വിത്ത് അവിടം കൊണ്ട് പാകിക്കഴിഞ്ഞു. ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അനർത്ഥത്തിന്റെ കാര്യവും ആരംഭിച്ചു. എന്തിനാണ് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യമാണ്, ഒരു ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, ഒരാരംഭമുണ്ടെങ്കിൽ അവസാനമുണ്ട്. നാളെ ഉച്ചവരെയിൽ ഇപ്പൊ സപ്താഹമുള്ളൂ. എല്ലാറ്റിനും ഒരു നല്ല വശമുണ്ടെങ്കിൽ അതിനൊരു മോശ വശമുണ്ട്. ആരോഗ്യമുണ്ടെങ്കിൽ അനാരോഗ്യവുമുണ്ട്. ഇവിടെയാണ് നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ മറന്ന് ജീവിക്കും, അനാരോഗ്യമുള്ളപ്പോൾ ദുരിതത്തിലും ജീവിക്കും. അതിനെ നമുക്ക് വിവേകമുണ്ടാവേണ്ടിയിരുന്നു. എല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ തന്നെ പ്രതികൂലമായത് പിന്നിലുണ്ടെന്ന്, സൂര്യൻ പടിഞ്ഞാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും അസ്തമിക്കാൻ പോവുകയാണെന്നും അസ്തമയം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുട്ടാണെന്നും പകല് മനസ്സിലായിരുന്നെങ്കിൽ ആ ഇരുട്ടിനെ നേരിടാനുള്ളൊരു വെളിച്ചം കയ്യിൽ വയ്ക്കാമായിരുന്നു. മനസ്സിലായില്ലേ? എന്നതുപോലെയാണ് ജീവിതത്തിൽ
അനുകൂലമായ സമയത്ത് സാധനകൾ അനുഷ്ഠിച്ചിരുന്നെങ്കിൽ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളെ വലിയ മാനസിക പ്രശ്നങ്ങളില്ലാതെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പൊ പൊതുവെ ഇന്നത്തെ കുട്ടികളിലൊക്കെ നമ്മൾ കാണുന്നത് അറിയോ? നമ്മൾ കുട്ടികളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മതിമറന്ന് ജീവിക്കുകയാണ്. വൈകി എണീറ്റും അവരിഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഓർഡർ ചെയ്തും. പക്ഷെ അവരറിയുന്നില്ല ഈ അടിപൊളി, അവരുടെ ഭാഷയിൽ ഇതെല്ലാം അടിപൊളിയാണ്, ഈ അടിപൊളിയൊന്നും കാലം എന്നും നമുക്ക് വച്ചിട്ടില്ല. കാലം എന്നും നമ്മളെ അടിച്ചു പൊളിക്കാൻ അനുവദിക്കില്ല. കാരണം സുഖമുണ്ടെങ്കിൽ സുഖസ്യ മധ്യേ ദുഃഖം, ദുഃഖസ്യ മധ്യേ സുഖം എന്നാണ്. ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്. രാജകൊട്ടാരത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന രാമൻ കാട്ടിൽ വെറും തറയിൽ പുല്ലിൽ കടന്നുറങ്ങുമ്പോൾ ഗുഹൻ ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട്, കൈകേയി മന്ദരയോടുകൂടി ചേർന്ന് രാമൻ ഈ ഗതി വരുത്തി വെച്ചുവല്ലോ. അപ്പൊ അതിന് ലക്ഷ്മണൻ ഉത്തരം പറയാണ്. എന്താണ് ഗുഹൻ പറയുന്നത്? സ്വജന്മാർജിത കർമ്മം ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, ദുഃഖമുണ്ടെങ്കിൽ സുഖവുമുണ്ട്. രാമനെ സംബന്ധിച്ച് ഇത് രണ്ടും കടന്നു പോവാൻ പ്രയാസമില്ലാത്ത ഒരാളാണ്. രാമൻ സുഖമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കാണണം. ഇങ്ങനെയൊരു മനസ്സുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം ഇതെല്ലാവരും ഒന്ന് പഠിക്കണം. ഇങ്ങനെയൊരു മനസ്സുണ്ട്. ഗീതയിലെ 2-ാം അധ്യായത്തിലെ 38-ാം ശ്ലോകം, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധ്വായ യുജ്യസ്വ ന ഏവം പാപം അപപ്സ്യസി എന്നാണ്. ഇത് നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടിയിരിക്കുന്നു. സുഖദുഃഖേ സമേ കൃത്വ, എന്നും ജീവിതം സുഖമാവണം എന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട്, അതാണ് നമ്മൾ കുട്ടികളെയൊക്കെ വഴിതെറ്റിക്കുന്നത്. എന്നും ജീവിതം സുഖമാക്കണം എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഗുരുവായൂരപ്പനും സുഖമാക്കാൻ പറ്റില്ല. കാരണം അനുകൂലമായൊരു സാഹചര്യമുണ്ടെങ്കിൽ പ്രതികൂലമായതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ജീവിതത്തിൽ പ്രതികൂലമായതിനെയും കടന്നു പോവാനുള്ള കരുത്താണോ വേണ്ടത്, അതോ എന്നും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിക്കുകയാണോ വേണ്ടത്? പറയൂ, എന്താ നമ്മൾ ചെയ്തിരുന്നത്? നമ്മൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അനുകൂലമായിരിക്കുമ്പോൾ നമ്മൾ പണ്ടുള്ളവർ പറയുന്ന വരികളാണിത്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്തോ, എന്താ തിരുവാതിരയോ? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവുന്ന കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ടാലേ കഷ്ടകാല സമയത്ത് നമുക്ക് ജീവിക്കാനുള്ള റിസോഴ്സുകൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ജീവിതമെങ്കിൽ ആവുന്ന കാലത്ത് മനോബലം നേടിയാലേ പ്രതികൂലമായ അനുഭവങ്ങളെ നേരിടാൻ മനോബലം കൊണ്ട് അന്ന് മനസ്സിനെ ബലപ്പെടുത്താനല്ല, ദുർബലപ്പെടുത്തി ജീവിക്കും. അപ്പൊ പ്രതികൂലമായത് വരുമ്പോൾ തളരും. ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടത് എല്ലാം അനുകൂലമാവണമെന്നല്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ടതല്ല, ജപിച്ച് 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 മനസ്സിനെ കരുത്തുള്ളതാക്കി തീർക്കാൻ അത് മനസ്സിലാവേണ്ടതായിരുന്നു. ജപിച്ചാലേ, ജപത്തിന്റെ ആവർത്തനത്തിലെ മനസ്സിന് കരുത്ത് ഉണ്ടാവുള്ളൂ എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ കുട്ടികൾ രക്ഷപ്പെടുമായിരുന്നു. മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നാളത്തെ കുട്ടികൾ തളരുന്നതിന് കാരണം വിധിയല്ല, നാളത്തെ തലമുറകൾ തളരുന്നതിന് യോഗമല്ല, ജ്യോതിഷം പറയുന്ന പോലെ ശനിയുടെയും രാഹുവിന്റെയും അപകാരമല്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കട്ടെ. പ്രതികൂലമായതിനെ
നേരിടാൻ കരുത്തുണ്ടെങ്കിൽ രാഹുവും കേതുവും ഒന്നും നമുക്കൊരു പ്രശ്നമല്ല. അതിനാണ് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം ഉണ്ടാവുക എന്നാൽ ഒരു കാര്യത്തെ നേരിടാനുള്ള മനോബലം ആർജിക്കലാണ്. മനസ്സിലാവുണ്ടല്ലോ? അതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്. എൻ്റെ ഭക്തൻ ഒരിക്കലും പ്രതിസന്ധിയിൽ തളരുന്നവനാവരുത്. ആ രീതിയിലുള്ളൊരു മനസ്സ് വാർത്തെടുക്കാൻ ആത്മീയതയല്ലാതെ വേറൊരു വഴിയില്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിത് എന്താ വെച്ചാൽ, നമ്മളെ ഹിന്ദു മതത്തിനൊരു വലിയ വീഴ്ച പറ്റിയത് എന്താ വെച്ചാൽ, നമ്മൾ സാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ല, ഒരു ജപസാധനകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല, മറിച്ച് അന്ധമായ പ്രാർത്ഥനകൾ സത്യമാണെന്ന് വിശ്വസിച്ച് ജീവിച്ചു. ആണോ അല്ലയോ? അന്ധമായ പ്രാർത്ഥനകൾ സത്യമാണെന്ന് ഉറപ്പിച്ച് ജീവിക്കുകയാണ്. ആ ഉറപ്പിലാണ് ആളുകൾ അമ്പലത്തിൽ പോകുന്നത്. എല്ലാം ഭഗവാൻ നേരേക്ക് കൊടുക്കും, എല്ലാം ഭഗവാൻ നേരെയാക്കുന്നു. പക്ഷെ പാപം അവരറിയുന്നില്ല. ഭഗവാന് പോലും പ്രതികൂലമായതിനെ തട്ടി മാറ്റാൻ അവർക്ക് പറയൂ സാധ്യമല്ല. ഭഗവാൻ തന്നെ ജരാസന്ധന്റെ ആക്രമണം കൊണ്ട് മധുരയിൽ നിന്നും എവിടെ പോയ ആളാണ്? ഭഗവാൻ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് പിടിച്ചു പോയ ആളാണ്. ഭഗവാന് പോലും പലതും നേരിടാൻ പറ്റില്ല. കാലനിയോഗത്തെ, കർമ്മനിയോഗത്തെ മാറ്റാൻ ആർക്കും സാധ്യമല്ല. തന്റെ കാലിൽ അമ്പേൽക്കുമ്പോൾ കൃഷ്ണൻ അതാ പറഞ്ഞത്, ജരേ കർമ്മനിയോഗം മാറ്റാൻ ആർക്കും പറ്റില്ല എന്നാണ്. കർമ്മത്തിന്റെ നിയോഗമാണത്. ഇതാണ് നമുക്കൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടത്. ഇതല്ലേ ശരി? ഇതാണോ ശരി? അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, സമയം കളയരുത്. ഓർക്കണം, കരുത്താണ് ഭക്തി നമുക്ക് ഓർക്കണം, അല്ലെങ്കിൽ ഭക്തിയാണ് കരുത്ത് എന്ന് ഓർക്കണം. അത് ആവർത്തനമായ അനുഷ്ഠാനം കൊണ്ട് മാത്രമേ ആ കരുത്ത് നമ്മുടെ ഉള്ളിൽ കൈവരിക്കാൻ പറയൂ സാധിക്കുകയുള്ളൂ. അത് മെനക്കെട് തന്നെ വേണം, പണിയെടുക്കണം. അഭ്യാസേനതു കൗന്ദേയ, കൃഷ്ണൻ അതല്ലേ പറഞ്ഞത്? അഭ്യാസം ചെയ്യൂന്നല്ലേ? അതല്ലേ അനുസരിക്കേണ്ടത്? ആണോ? പ്രാർത്ഥിക്കൂ എന്നൊരു വാക്ക് എവിടെയെങ്കിലും ഉണ്ടോ ഭാഗവതത്തിൽ? കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാറ്റിയെടുക്കണം.